ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിക്കും മോഹിനിക്കും ഒപ്പം പോകാനുള്ള കണ്ണൻ്റെ തീരുമാനം അറിഞ്ഞ മഹി ഉൾപ്പെടെ എല്ലാവരും ഷോക്കാകുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവില്ലല്ലോ മോനെ എന്ന് ചോദിച്ച് മോഹിനിയും. അവിടെ ചെന്നാൽ ആ പ്രതാപൻ എന്താണ് വിളിച്ചു പറയുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദവും കണ്ണനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇയാളോടൊപ്പം പോയി തിരിച്ച് ഇയാളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാതെ എനിക്കൊരു സമാധാനവുമില്ല എന്ന് കണ്ണൻ പറയുന്നു. കണ്ണൻ്റെ തീരുമാനത്തെക്കുറിച്ചറിയുന്ന വാമനാണെങ്കിലും അവനിപ്പോൾ പറച്ചിൽ മാത്രമല്ലെന്നും പുറത്തു പറയാൻ കൊള്ളില്ലാത്ത പാട്ടുകളൊക്കെയാണ് പാടുന്നതെന്നും പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊന്നും കണക്കാക്കുന്നില്ല. കണ്ണേട്ടൻ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നതെന്ന് മഞ്ജുവും ചോദിക്കുന്നു. കരുണയ്ക്കും ഇതറിഞ്ഞ വല്ലാത്ത ടെൻഷനാവുന്നുണ്ട്. പിന്നീട് വാമൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് മഹാലക്ഷ്മിക്കും മോഹിനിക്കൊപ്പം കണ്ണനും വരുന്നുണ്ടെന്ന് വിവരം പറയുകയും എൻ്റെ പേരെങ്ങാനും അവൻ പറയുമോ എന്നുള്ള പേടിയുണ്ടെന്നെല്ലാം പറയുമ്പോൾ കൊന്നവനേക്കാൾ അതിനെ കൊട്ടേഷൻ കൊടുത്തവനാണ് ഒന്നാം പ്രതി. ഞാൻ ഏതായാലും നിന്നെ ചതിക്കില്ല, പക്ഷേ അവൻ തലയ്ക്ക് വെളിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് നിന്നെ ചതിക്കുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി പ്രതാപിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. ഇതേസമയം പ്രതാപനാണെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. ഇവൻ്റെ വായിൽ ടേപ്പൊന്നും ഒട്ടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, ഇനി എന്ത് ചെയ്താലാണ് ഇവൻ്റെ നാവടക്കി വെക്കുന്നത് എന്നും ചിന്തിക്കുന്നു. ഇവന് ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുക്കാം, അല്ലെങ്കിൽ കണ്ണൻ വരുമ്പോൾ ഇവനെല്ലാം വിളിച്ചു പറയും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ചിന്തിച്ച് മുത്തശ്ശി പ്രതാപന് കഴിക്കാനുള്ള ഫുഡിൽ മയക്കി കിടത്താനുള്ള പൊടി കലർത്തുകയും തുടർന്നത് പ്രതാപന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം മഹിയും മോഹിനിയും കാറിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന കണ്ണൻ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ളൊരു ഭയമാണോ നിങ്ങൾക്ക്? അയാൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് അറിയാതെ ഇനി ഞാൻ പിന്നോട്ടില്ല എന്നും കണ്ണൻ വ്യക്തമാക്കുന്നു. കണ്ണൻ ഇത് പറയുന്നതോടെ മഹിക്കും മോഹിനിക്കും കൂടുതൽ പേടിയാവുന്നുണ്ട്. അങ്ങനെ അവർ കരുണാലയത്തിലെത്തുന്നു. മുത്തശ്ശിയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കണ്ണനെ കാണുന്നതും ഇങ്ങനെയൊരു നാട്ടുനടപ്പ് ഇല്ലായിരുന്നല്ലോ കണ്ണ, 7-ാം മാസത്തിൽ പെണ്ണിൻ്റെ കൂടെ അവളുടെ ഭർത്താവും വരുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അങ്ങനെ ആരും എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ തലയ്ക്ക് വെളിവില്ലാത്ത നിങ്ങളുടെ മകൻ ഉള്ളതുകൊണ്ട് എൻ്റെ ഭാര്യയെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് മയക്കത്തിലാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അത് കേട്ട് മഹിക്കും മോഹിനിക്കും കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. ഏതായാലും ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ദേഹത്തുണ്ടെന്നല്ലേ പറയുന്നത്, എനിക്ക് അയാളെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് തന്നെ കണ്ണൻ തീർത്ത് പറയുന്നു. അങ്ങനെ കണ്ണൻ പ്രതാപൻ്റെ മുറിയിൽ എത്തുന്നുണ്ട്. അവന് ഞാൻ ഭക്ഷണത്തിൽ ഉറങ്ങാനുള്ള പൊടി കലർത്തി കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് 2-3 മണിക്കൂറെങ്കിലും കഴിയാതെ അവന് ഉണരില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം മുത്തശ്ശി മഹിയോടും മോഹിനിയോടും പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ മുറിയിലെത്തുന്നതും മയങ്ങിക്കിടക്കുകയായിരുന്ന പ്രതാപൻ കണ്ണുകൾ തുറക്കുന്നു. വിശ്വനാഥൻ്റെ ആത്മാവ് ദേഹത്തുള്ളതുകൊണ്ട് തന്നെ ഒരു മയക്ക് പിടിക്കും പ്രതാപനെ തളച്ചിടാനായിട്ട് കഴിയുന്നില്ല. കണ്ണനെ കാണുന്നതും കണ്ണൻ മോനെ നീ വന്നോ എന്ന് ചോദിച്ച് സന്തോഷത്തോടെ എഴുന്നേൽക്കുകയാണ് പ്രതാപൻ. തുടർന്ന് നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നീ ഇന്ന് ഇവിടെ വരുമെന്ന് വിശ്വനാഥൻ എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയണം. നീയും നിൻ്റെ അച്ഛനും പോയ ബൈക്കിലേക്ക് ലോറി ഇടിച്ചു കയറ്റിയത് ഞാനാ കണ്ണ, നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണ്, നിന്നെ ഈ വീൽ ചെയറിനകത്ത് ഇരുത്തിയതും ഞാനാ കണ്ണ എന്നെല്ലാം പ്രതാപന് സത്യം വിളിച്ചു പറയുമ്പോൾ തന്നെ അത് കേട്ട് രക്തം തെളിച്ചു പോകുന്ന കണ്ണൻ വീൽ ചെയറിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് പ്രതാപൻ്റെ കഴിച്ചു നിരിച്ച് അയാളെ കൊല്ലാൻ തുടങ്ങുന്നു. തുടർന്ന് പറയടോ, താൻ എന്തിനാ അത് ചെയ്തത്? ലോറി കൊണ്ടുവന്ന് തട്ടിച്ചെങ്കിലും തനിക്ക് എന്നെയും എൻ്റെ അച്ഛനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നില്ലേ? എങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ വല്ലാതാകുമ്പോൾ നിൻ്റെ അച്ഛൻ്റേത് വേറെ ഒരു അപകടമരണമല്ല കണ്ണ, അതിനു വേണ്ടിയിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നത് നിൻ്റെ അമ്മാവനില്ലേ ആ വാനരനാണ് എന്ന് കൂടി പ്രതാപൻ പറയുന്നതോ അതിലും വലിയൊരു ഷോക്കാവുന്നുണ്ട് കണ്ണന്. ലക്ഷ്മി മോൾക്ക് എല്ലാം അറിയാമെന്നും ആ ലോറിയിൽ ലക്ഷ്മി മോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ നീ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ സത്യം അറിയാം, അതുകൊണ്ടാണ് നിന്നെ കാണുന്നതിൽ നിന്നും എല്ലാവരും ചേർന്ന് എന്നെ വിലക്കിയത് എന്നും കൂടി പ്രതാപൻ കണ്ണനോട് പറയുന്നുണ്ട്. നീ ഇനി എന്നെ കൊന്നാലും വേണ്ടില്ലേ കണ്ണ, ഈ ഒരു സത്യം നിന്നോട് തുറന്നു പറയാൻ കഴിയാതെ ഞാൻ ശ്വാസം മുട്ടുമായിരുന്നു, ഇനി നീ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ കണ്ണൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു. ഏതായാലും സത്യങ്ങൾ അറിഞ്ഞ കണ്ണൻ എല്ലാ തെളിവുകളോടും കൂടി പ്രതാപനെയും വാമനെയും ജയിലിലടയ്ക്കുന്നു. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്